നിൻ്റെ അകത്തുള്ള അവയവങ്ങൾ ചലനം ഉണ്ടാകും. ചലനം. നിൻ്റെ വൻകുടലുണ്ടല്ലോ, പഴയ മരം കെട്ടിക്കിടക്കുന്ന ആ വൻകുടൽ നീ ആദ്യം ഒന്ന് വൃത്തിയാക്ക്. പഴയ മരം, ഗ്യാസും അതും ഇതും പഴകിയ മയിരെല്ലാം കൂടെ അവിടെ തങ്ങി നിൽക്കുക. അതൊന്ന് വയറിളക്ക്. ആ വയറിളക്ക് ഒന്ന് ശുദ്ധീകരിക്കുക. അപ്പോൾ നിനക്ക് നല്ല ചിന്താശേഷി ഉണ്ടാകും. എന്നിട്ട് വയറിളക്കി നിൻ്റെ കൂത്തിലൂടെ കുറേ പഴകിയ മലയും അങ്ങ് പോട്ടെ, പഴകിക്കിടക്കുന്ന മൂത്രം അങ്ങ് പോട്ടെ. മൂത്രം നന്നായിട്ട് ഒഴിച്ച് കളയണം. മൂത്രം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെന്നിരുന്നിട്ട് ഇത്തിരി മൂത്രം പോയി കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് എണീക്കരുത് കേട്ടോ. മൂത്രം ഒഴിക്കാനായിട്ട് പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെന്നങ്ങ് ഇരുന്ന് മൂത്രം നന്നായിട്ട് ഒഴിച്ചങ്ങ് കളയണം. ആ പഴകിയ മൂത്രം മുഴുവൻ അങ്ങ് പോട്ടെ. ആ പോയി കഴിയുമ്പോൾ എന്താവും? പഴകിയതെല്ലാം പോയി കഴിയുമ്പോൾ നിനക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ മൂത്രം പോയി എന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എണീക്കരുത്. കുറച്ച് നേരവും കൂടെ അവിടെ ഇരിക്കണം. കുറച്ച് നേരവും കൂടി ഇരുന്ന് ഉള്ള മൂത്രം മൊത്തം പോയിട്ട് അങ്ങോട്ട് എന്നിട്ട് അങ്ങോട്ട് കഴുകണം. എന്നിട്ട് വീണ്ടും ടാങ്ക് നിറയ്ക്കണം. എന്ത് ടാങ്ക്? നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ പഴകിയ മൂത്രം അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ കുടൽ ശുദ്ധീകരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് അങ്ങോട്ട് കയറത്തുള്ളൂ.